ഹലോ! ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നല്ല സമ്മർ ടൈമായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് കാഴ്ചകളും കുറേ ഷോപ്പിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ഡേ വ്ളോഗാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അന്ന് പശുക്കുട്ടിയും വിമാനം നട്ട് വെച്ചതാണ്. പക്ഷേ ഇത്ര വലിയ ജമന്തിപ്പൂ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് പശുക്കുട്ടിയും വിമാനം ഭയങ്കര ഹാപ്പിയായി. അവർ നട്ടതാണല്ലോ. ഈ ആഫ്റ്റർ കുറച്ച് വലിപ്പമുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പൂക്കളിരിക്കണം. ആഹാ, ചെടിച്ചട്ടി എല്ലാം മേടിക്കാൻ തോന്നല്ലേ? എല്ലാം മേടിക്കണം. അമ്മ പറഞ്ഞ എല്ലാം മേടിക്കണം. അതുകൊണ്ട് സൂര്യകാന്തി നിൽക്കണോ? ഐ ഐ നല്ല പൂ. നമ്മുടെ മുറിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചല്ല. മുന്തിരിയുടെ ഇതൊക്കെ പോയി, അത് കഴിഞ്ഞ് എല്ലാം ഇത് തന്നെ. ഫുള്ള് ജമന്തി, ബന്തി. ഇത് നല്ല പൂണ്ട. ഡാലിയ എന്തോ, ഡാലിയ അടിപൊളി. എന്തോ വണ്ടർല. ആണോ? കാണാണ്ട. ഇനിയുണ്ട് കാണാൻ. മുളകാ? എവിടെ മുളക്? ആ, മുളക്. ഇത് വലുത്. കാന്താരിയാണോ കേട്ടോ? നോക്ക്, ഇത് നോക്ക്. പച്ചമുളക് എല്ലാം പഴുത്ത് നിൽക്കുന്നു കേട്ടോ. മേടിക്കണ എന്താ? എത്രയാണ്? വേണ്ട, താഴെയുണ്ട്, താഴെയുണ്ട് ഈ ചെടി. ഇത് കണ്ടോ? ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ എന്ത് പറ്റിയാടാ? കണ്ണിലിടിച്ചാ? ശരി, പോട്ടെ. ഇത് തക്കാളി. ഇത് നോക്ക. ഇത് ക്യാപ്സിക്കം പോലത്തെ. ക്യാപ്സിക്കം അല്ല, ഇത് ചെറിയ ഉണ്ടമുളക് തന്നെ. ഞാൻ ആദ്യം വേവിച്ചത് കണ്ടിട്ട് ക്യാപ്സിക്കമാണ്. തക്കാളി, തക്കാളി എല്ലാം വാടിപ്പോയി കേട്ടോ, ചെടിയെല്ലാം. ഇത് വഴുതനങ്ങയല്ലേ? വഴുതനങ്ങ. ഇത് വലിയ ആഫ്റ്റാണ് കേട്ടോ. എല്ലായിടത്തും അതേ ഫോർമാറ്റ് തന്നെ. താഴെ പോയി ട്രോളി എടുത്തിട്ട് വരാം ഗൈസ്. ട്രോളി ഗോ. അപ്പുറത്തോട്ട് പോണം. കയറിയ ഉടനെ അത് ലോക്കാവും, താഴെ പോകത്തില്ല. അതിനാണ് ഇങ്ങനത്തെ വെച്ചിരിക്കുന്നത്. ആ ഒരു കറക്റ്റ് ടയറിൻ്റെ ഇതിൽ എങ്കിലേ അത് ഉരുണ്ട് താഴെ പോയില്ലേ, അത് പോവാതിരിക്കാനാണ്. അതുപോലെ ലോക്ക് പോലെ അത് കണ്ടല്ലേ, അത് അങ്ങനെ ഗ്രിപ്പായിട്ട് നിൽക്കും. ഉണ്ടോ? സംഭവം കൊള്ളാമല്ലേ? സ്മാർട്ട്. ഇവിടെ രണ്ടുപേരെ കണ്ടില്ല, എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയോ എന്തോ. കാണാഞ്ഞോണ്ട് ഉടനെ ഇത് എടുത്തെന്ന് തോന്നുന്നു, ബാസ്ക്കറ്റ്. എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും കാണും വെക്കുന്ന സ്ഥലം. ഓക്കെ, തണുക്കുന്നത് പറഞ്ഞോണ്ട് വന്ന് നിൽക്കുക. ഒന്ന് മതി. ചിക്കൻ എടുക്കാം. ചിക്കൻ വലിയ കോഴി, ചെറിയ കോഴി. ഉണ്ടാക്കുന്നു.
അടിപൊളി വെയിലാണ്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നതാണ് ഇവർക്ക് അഷിക്ക് വിമാനം പോകണമെന്ന് പറഞ്ഞ്. പക്ഷെ നമ്മളവിടെ അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ അവിടെ ഇപ്പം എന്താണ് അവിടെ പണി നടക്കുക അല്ലേ? സെപ്റ്റംബറിലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറൊരിടത്തോട്ട് വന്നു, ബാർഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ വന്നപ്പോൾ സമയം 12:30 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുന്നത് വെച്ചപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ആസ്ഡേ ഉണ്ടായിരുന്നു. അങ്ങനെ ആസ്ഡേയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇനിയുണ്ട് സമയം, ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് നിൽക്കണം. ചേട്ടനുണ്ട് അവിടെ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വന്നെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് പോവാം. ഞാൻ ഈ ഫൗണ്ടറിയിലാണ് എൻ്റെ ജിംനാസ്റ്റിക്സ് കോമ്പറ്റീഷൻ വന്നത് ലാസ്റ്റ് ടൈം സ്കൂളിലിരുന്ന്. ആണോ? അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അവിടെ ലൈബ്രറി ഉണ്ട്, അവിടെയാണ് കൂടുതൽ സമയം ഇരുന്നത്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കാറെടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിടത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം. ഇതാകുമ്പോൾ പിന്നെ അടുത്ത് കൊണ്ടുവന്നിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ല വെതറാണ് ഇന്ന് കേട്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്, സൂപ്പറായിട്ടിരിക്കുന്നു. തള്ളിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇനിയും ഒരു മാസം നല്ല വെതറായിരിക്കും. ഇനിയിപ്പോൾ ഒരു ഹീറ്റ് വേവ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് ഏറെ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു ഏരിയ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ഇത് ആദ്യത്തെ തവണയാണ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടില്ല. ഇപ്പം അത്യാവശ്യം തന്നെ കാട്ടുവീല് കാറുമായിട്ട് വരുന്നുണ്ട്. എല്ലാം അടുക്ക്. അവിടെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിടും. അടയ്ക്കൂ. ഇനി കുറേ സമയങ്ങളുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആവാൻ. പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് നേരം ഇനി ലൈബ്രറിയിൽ പോയിരുന്ന് ബുക്കൊക്കെ വായിക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം അങ്ങ് പോയി കിട്ടുകയാണ്. വിവാൻകുട്ടി ഒരു ബുക്ക് എടുത്തുകൊണ്ട് ഒരു പ്ലേസിൽ പോയി ഇരിപ്പായിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അമ്മ വന്ന് മകൾക്ക് വേണ്ടി എഴുതി വെച്ചത് 50 things I wish I would told you life skills എന്തൊക്കെയാണ്? be nice to people, how to make a bed, 5 ways to cook an egg, eat 5 portions of fruit and vegetables, emotional support, how to keep a plant alive. കൊള്ളാമല്ലോ. സിമ്പിൾ കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ how to എന്തിനാണ്, clean a window. അല്ല നമ്മൾ ചിന്തിക്കത്തില്ല ഇതൊക്കെ എഴുതി വെക്കുമോ എന്നല്ലേ. ബുക്കായിട്ട് അവർ എഴുതി വെച്ചിരിക്കും. make a sponge cake, paint the wall. എങ്ങനെ പെയിൻറ് ചെയ്യണം, അവർ ലൈഫുള്ള ശരിക്കും എക്സ്പീരിയൻസ്. പറഞ്ഞാൽ ഞാനൊക്കെ വേണമെങ്കിൽ ഒരു ബുക്ക് എഴുതാം. വശിക്ക് വിമാനം ഉപകാരപ്പെടും ഇല്ലേ? വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി. ലൈബ്രറി കാർഡ് കൊണ്ടുവന്നില്ലേ? ലൈബ്രറി കാർഡില്ല. അല്ലെങ്കിൽ എടുത്താലും ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെ? I have 2 children of തിരിച്ചു വന്ന് പാടല്ലേ. അങ്ങനെ അവരൊക്കെ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടിങ്ങനെ ബാക്കിലാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ. ഇവിടെ ഇങ്ങനെ ഒരു കാസറ്റേരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പോയില്ല, അവർ 3 പേരെ പോയുള്ളൂ. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആസ്തയിൽ വിവാൻകുട്ടി ഈ ഒരു ബീഫിൻ്റെ റിബ്സ് കണ്ടു. റിബ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് എന്താ സംഭവമെന്ന്.
അത് ബാർബിക്ക് സോസൊക്കെ ഒഴിച്ച് കഴിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. ഏട്ടനും വിമാനം മാത്രമേ കഴിക്കത്തുള്ളൂ, ഞാനും പശുക്കുട്ടിയും കഴിക്കില്ല. കിച്ചൺ അപ്പോൾ അത് ഓവനിരുന്ന് ബേക്കാവട്ടെ. അപ്പോൾ ഇനി നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഞാൻ ഈ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കുകയാണ്. മുറിയുന്നോ? ചൂടാശ ബാബിക്ക് നല്ലത് ഇഷ്ടമായി. ബാബിക്ക് സോസ് കൊള്ളാമോ? ചൂടാ. സ്കൂളിൽ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണോ? എവിടെ എവിടെ? ആ റെയിൻബോ റെയിൻബോ, വലിയ റെയിൻബോ, വലിയത് സൂപ്പർ ആയിരിക്കണല്ലേ. അവിടെ നോക്ക്, ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആക്ച്വലി ഇത് സർക്കിൾ ആണ്, നമുക്ക് ഇത്രയും കാണാൻ പറ്റുന്നുള്ളൂ. പകുതി കണ്ടല്ലോ, പകുതി. മഴയും വെയിലും ഒരുമിച്ച് അടിപൊളി. പക്ഷെ ഇതില് ഫോട്ടോയിൽ എത്ര ക്ലിയർ ആയിട്ട് വരും. കളർ ഒന്ന് നോക്ക്, നല്ല കളർ വന്നു, ഡാർക്ക് ആയി. നോക്ക് രണ്ടാമതും വരുന്നുണ്ട് മേളില്. സൂപ്പർ ആണെന്ന്. അപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇത് പയറ് തോരനും മുട്ട ഓംപ്ലേറ്റും അതുപോലെ തന്നെ ചുട്ടരച്ച ചമ്മന്തി തൈരൊക്കെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കംഫർട്ട് ഫുഡ് ഇത് തന്നെയല്ലേ. പക്ഷേ എത്ര ഇതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് നമ്മൾ അവിടെ വെച്ച് കഴിച്ചൊന്നും അത്രയ്ക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ കഴിച്ചാലും ആ വയറ് നിറയില്ല. നമ്മുടെ ചോറും കൂട്ടാനൊക്കെ കഴിച്ചാലേ നമുക്കൊരു തൃപ്തി ആകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക. കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.